ബസ് ഡ്രൈവർമാർക്കെതിരെ CPM പ്രവർത്തകർ മർദ്ദിച്ചതായി പരാതി. CPM സംസ്ഥാന സമ്മേളനത്തിന് പോയ ബസ് ഡ്രൈവർമാരെ മർദ്ദിച്ചതായാണ് പരാതി. കൊല്ലം പേരൂർ സ്വദേശികളായ ശരവണൻ, കണ്ണൻ എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. വിവരങ്ങളുമായി മനോജ് ചേരുന്നു. മനോജ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഗോപിക, ഇന്ന് CPM-ന്റെ സംസ്ഥാന സമ്മേളനമാണ് കൊല്ലത്ത് നടന്നത്. ഇതിന്റെ ഭാഗമായി ഈ അഞ്ചാലമ്മൂട് ചെമ്മക്കാട് നിന്നുള്ള CPM പ്രവർത്തകരുമായി ബസ്സിൽ ഈ ഡ്രൈവർ വന്നിരുന്നു. അതിനുശേഷം ഈ സമ്മേളനം കഴിഞ്ഞ് ഈ CPM പ്രവർത്തകരെ കൊണ്ട് തിരികെ പോകുമ്പോഴാണ് ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടാകുന്നത്. അതിൽ ഈ ഡ്രൈവർക്കാണ് മർദ്ദനമേറ്റത്. അതോടൊപ്പം തന്നെ ഡ്രൈവറെ സ്ഥലത്ത് എത്തി വിളിക്കുവാൻ വന്ന സുഹൃത്തിനും മർദ്ദനമേറ്റിട്ടുണ്ട്. അതായത് ഈ ബസ്സുമായി ബന്ധപ്പെട്ട് ഈ മദ്യപിച്ചുകൊണ്ടാണ് പല CPM പ്രവർത്തകരും ഇതിനുള്ളിലേക്ക് കയറിയത്. അപ്പോൾ ചില തർക്കങ്ങൾ, അതായത് ഈ ബസ് ഡ്രൈവർ കയ്യിൽ രാഖി കിട്ടിയിരുന്നതായും തുടർന്ന് ചില തർക്കങ്ങൾ ഉണ്ടായതായും ഒക്കെയാണ് ഈ മർദ്ദനമേറ്റവർ പറയുന്നത്. അതിനുശേഷം ബസ് പകുതി വഴിയിൽ നിൽക്കുകയും അവിടെ നിന്നും ഇറങ്ങി റോഡിൽ വെച്ചാണ് ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടാകുന്നത്. ഇതിലാണ് ഈ ഡ്രൈവറെ മർദ്ദിക്കുന്നത്. ഒപ്പം തന്നെ ഡ്രൈവറെ അവിടെ നിന്നും വിളിച്ചു കൊണ്ടുപോകാൻ വന്നാൽ, അതായത് പ്രശ്നമുണ്ടായപ്പോൾ തന്നെ ഈ ഡ്രൈവർ സ്ഥലത്തുള്ളവരെ അറിയിച്ചിരുന്നു. തുടർന്ന് അവിടേക്ക് എത്തിയവരും ചേർന്ന് പിന്നീടാണ് അവിടെ ഒരു സംഘർഷം ഉണ്ടാകുന്നതും ഈ ഡ്രൈവർക്കുൾപ്പെടെ മർദ്ദനമേൽക്കുന്നതും. എന്തായാലും മർദ്ദനമേറ്റവർ അഞ്ചാലമ്മൂട് പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അവിടെ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് തുടർ നടപടി സ്വീകരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ ഡ്രൈവറെ മർദ്ദിച്ച ആളുകൾ, അതായത് നേരത്തെയും ചില സംഘർഷങ്ങളിലും അതോടൊപ്പം തന്നെ മറ്റ് ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളുകൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ഡ്രൈവർമാർ പറയുന്നത്. എന്തായാലും രണ്ടുപേർക്കാണ്, കൊല്ലം പേരൂർ സ്വദേശികളായ ശരവണൻ, കണ്ണൻ എന്നിവർക്കാണ് മർദ്ദനമേറ്റിരിക്കുന്നത്. ഈ CPM-ന്റെ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ വന്ന, പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ വന്ന ഈ പ്രവർത്തകരാണ് ഈ മദ്യലഹരിയിൽ ഈ ഡ്രൈവർമാരെ മർദ്ദിച്ചിട്ടുള്ളത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട്. ഇതിൽ തുടർ നടപടി ഉണ്ടാകണമെന്നുള്ളതാണ് ആവശ്യം. ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്, റോഡിൽ വെച്ചാണ് ഇങ്ങനെ ഒരു മർദ്ദനം ഏൽക്കേണ്ടി വരുന്നത് ഇവർക്ക്. ഈ ബസ് നിർത്തിയിടുകയും തുടർന്ന് അവിടെ നിന്ന് ഈ പ്രവർത്തകർ ഇറങ്ങി അവരുടെ കയ്യിൽ ഈ കൊടിയും അതോടൊപ്പം തന്നെ നമുക്ക് ആ വേഷമൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അത്തരത്തിൽ കൂട്ടമായി തന്നെ ഇവരെ മർദ്ദിക്കുവാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു സംഘർഷമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ഈ രണ്ടുപേരെയും ഇവർ മർദ്ദിച്ചു. തുടർന്നാണ് പോലീസ് അവിടേക്ക് എത്തുന്നതും ഈ രണ്ടുപേരെയും വാഹനത്തിൽ കയറ്റി സ്റ്റേഷനിലേക്ക് എത്തിച്ചതും. അവിടെ നിന്നും ഈ CPM പ്രവർത്തകരെ വാഹനത്തിൽ കയറ്റുവാൻ വേണ്ടി പോലീസ് ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അവിടെ ഉണ്ടായിരുന്ന മറ്റ് CPM പ്രവർത്തകരെല്ലാം ചേർന്ന് അവരെ കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്നുള്ള കാര്യം പറയുകയായിരുന്നു. തുടർന്ന് പോലീസുമായും വാക്കേറ്റമുണ്ടായി. എന്തായാലും CPM പ്രവർത്തകരാണ് ഇത്തരത്തിൽ ഈ ബസ് ഡ്രൈവർമാരെ മർദ്ദിച്ചിരിക്കുന്നത്. എന്തായാലും പരാതി നൽകിയിട്ടുണ്ട്. ശരി മനോജ്, കൊല്ലത്ത് നിന്നും മനോജാണ് വിവരങ്ങൾ നൽകിയത്.